الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജദ എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യായം. 4 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞത്. 5 മുതൽക്കുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവം, അവൻ്റെ മഹാഖുദറത്ത്, അവൻ്റെ മാത്രമുള്ള കഴിവുകൾ, അവൻ്റെ മാത്രമുള്ള പ്രത്യേകതകൾ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചതും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും അധികാരം അവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ സർവാധികാരിയാണ്. അവൻ സിംഹാസനത്തിലേറി. നിങ്ങൾക്ക് അവനു പുറമേ ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് യുദബ്ബിറുൽ അംറ. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. ദബ്ബറ യുദബ്ബിറു. ദബ്ബറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു, കൺട്രോൾ ചെയ്തു. നിയന്ത്രണം എന്നുള്ളതിന് തദ്ബീർ എന്ന് പറയും. തദ്ബീർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. നിയന്ത്രിക്കുന്നവൻ എന്നുള്ളതിന് എന്ത് പറയും? മുദബ്ബിർ. അപ്പൊ യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നവനാണ്, അവനാണ് നിയന്ത്രിക്കുന്നത്. അൽ അംറ, കാര്യങ്ങളെല്ലാം, സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവനാണ്. മിനസ്സമായി ഇലൽ അർദി, 2 നിലക്ക് അവിടെ അർത്ഥം പറയും. മിനസ്സമായി ഇലൽ അർദി, ഒരർത്ഥം ആകാശത്ത് നിന്ന് ഇലൽ അർദി, ഭൂമിയിലേക്ക്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എല്ലാ കാര്യങ്ങളും അവനാണ് നിയന്ത്രിക്കുന്നത്. ആകാശലോകത്ത് നിന്ന് അവൻ ഭൂമിയിലേക്ക് കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ അവതരിപ്പിച്ച് അതെല്ലാം നടപ്പിൽ വരുത്തി അതൊക്കെ നിയന്ത്രിക്കുന്നു എന്ന ഉദ്ദേശം. അപ്പം അവിടെ മിൻ എന്നുള്ളത് ഫ്രം എന്നുള്ള ഉദ്ദേശം, ഇല എന്നുള്ളത് ടു എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം മിനസ്സമായി ഇലൽ അർളി, ആകാശം മുതൽ ഇലൽ അർളി, ഭൂമിയുടെ അടിത്തട്ട് വരെ. ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള പല മുഫസ്സിരീങ്ങളും ആ നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് യതനസ്സലു അംറുഹു മിൻ അഅ്ലസ് സമാവാതി, 7 ആകാശത്തിൻ്റെയും മുകളിൽ നിന്ന് ഇലാ അഖ്സാ തുഖൂമിൽ അർളി സാബിഅ, 7 ഭൂമിയുടെയും അടിത്തട്ട് വരെ, ആകാശം മുതൽ ഭൂമി വരെ എല്ലാം. അതിൻ്റെയും മീതെയാണല്ലോ അർശ്. അർശ് മുതൽ താഴെ ഏറ്റവും ഭൂമിയുടെ അടിത്തട്ടിന് പറയും ഫർശ് എന്നാ പറയാം. അപ്പൊ എല്ലാം മുകളിൽ നിന്ന് താഴെയുള്ളത് വരെ എല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? അവനാണ് നിയന്ത്രിക്കുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ
അർളി. ശരീകരിക്കുമ്പോൾ മനസ്സിലാവും. സുമ്മ യഅ്റുജു, സുമ്മ പിന്നീട്, യഅ്റുജു കയറിപ്പോകുന്നു. അറജ, അറജ എന്ന് പറഞ്ഞാൽ കയറിപ്പോയി. യഅ്റുജു അതിൽ നിന്നുള്ളതാണ് മിഅ്റാജ്. കയറിപ്പോകുന്ന വസ്തു, ഗോവണിപ്പടി, ഇതിനൊക്കെ പറയും? മിഅ്റാജ്. സുമ്മ യഅ്റുജു ഇലൈഹി, അവനിലേക്ക് കയറിപ്പോകുന്നു. പിന്നീട് അവങ്കലേക്ക് തന്നെ മടങ്ങുന്നു, അല്ലെങ്കിൽ കയറിപ്പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ഏതാ കയറിപ്പോകുന്നത്? നേരത്തെ പറഞ്ഞ അൽ-അംർ, അവൻ അവതരിപ്പിച്ച, അവൻ ഇറക്കുന്ന, അവൻ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അവസാനം അവങ്കലേക്ക് തന്നെ കയറിപ്പോകും. ഫീ യൗമിൻ, ഒരു നാളിൽ, ഒരു ദിവസത്തിൽ. ഫീ യൗമിൻ, ഒരു ദിനത്തിൽ. കാന ആയിരിക്കുന്നു, കാന ആയിരിക്കുന്നു, മിഖ്ദാറുഹു ആ യൗമിൻ്റെ അളവ്, ആ ദിവസത്തിൻ്റെ അളവ്. മിഖ്ദാർ, മിഖ്ദാർ എന്ന് പറഞ്ഞാൽ അളവ്, മിഖ്ദാർ അതിൻ്റെ അളവായിരിക്കുന്നു. അൽഫസന, 1000 കൊല്ലം. അൽഫസനത്തിൻ 1000 കൊല്ലം. മിമ്മ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി വരുന്ന 1000 കൊല്ലം. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി. അൽഫ് നമുക്കെല്ലാവർക്കും അറിയാം, അൽഫ് 1000, സനത്ത് വർഷം. അൽഫസനത്തിൻ 1000 കൊല്ലത്തെ പിന്നെ കണക്കാണ് അതിൻ്റെ, ആ ഒരു ദിവസത്തിൻ്റെത്. മിമ്മ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി വരുന്നത്. അദ്ദ എണ്ണി, അദ്ദ യഉദ്ദു, തഉദ്ദൂന നിങ്ങൾ എണ്ണുന്നു. അപ്പൊ നിങ്ങൾ എണ്ണി വരുന്നതിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ആ ദിവസത്തിന് എത്ര പിടിക്കും? 1000 വർഷത്തോട് കിടപിടിക്കുന്ന ഒരു ദിവസം. 1000 വർഷത്തോട് കിടപിടിക്കുന്ന ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസം അവങ്കിലേക്ക് അതെല്ലാം കയറിപ്പോകുന്നു. ഇനി എന്താണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്? ഒന്നാമതായി, അവനാണ് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ, അവൻ്റെ ആയ കൃത്യമായ നിലക്ക് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, സൃഷ്ടിക്കുന്നത്, അവതരിപ്പിക്കുന്നത് എല്ലാം. സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്ത്. എന്താ അവിടെ അല്ലാഹു പറയുന്നത്? അല്ലാഹു അവൻ ആരാണ്? അവൻ അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനാണ്. സബ്അ സമാവാതിൻ 7 ആകാശങ്ങളെ. 7 ആകാശങ്ങളാണ് എന്നുള്ളത് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞു. ഖലഖ സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ അവനാണ് സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വമിനൽ അർളി, ഭൂമിയിൽ നിന്നും മിസ്ലഹുന്ന, അത്ര തന്നെ. മിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്നും അത്ര തന്നെ എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമി എത്ര ഭൂമിയാണ്? 7 ഭൂമിയാണ്. അപ്പോൾ 7 ആകാശം, 7 ഭൂമി. അതിപ്പോൾ എങ്ങനെയാണ് നമ്മളത് കണക്കാക്കുക? എന്താണ് ഈ 7 ആകാശം? എവിടുന്നാണ് അതിൻ്റെ അതിര് തുടങ്ങുന്നത്? എങ്ങനെ 1-ാം ആകാശം കണക്കാക്കുക? എങ്ങനെ 2-ാമത്തെ ആകാശം കണക്കാക്കുക? ഇതൊന്നും നമുക്കറിയില്ല. ശാസ്ത്ര ലോകത്തിന് പോലും അന്തമില്ല, അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ 7 ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 7 ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? എന്താണ് 7 ഭൂമിയുടെ അടിത്തട്ട്? ഒരു ഭൂമിയിൽ നിന്ന് അടുത്ത ഭൂമിയിലേക്കുള്ള ദൂരമെന്ത്? എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്? അല്ലാഹു അഅലം, കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളെത്ര ദുർബലരാ അല്ലേ? എന്താ ഇവിടെ മുകളിലുള്ള നമ്മളെ അടുത്ത സമാഉദ്ദുനിയ, നമ്മുടെ അടുത്ത ആകാശത്തെ പറ്റി തന്നെ നമുക്കൊന്നും അറിയില്ല അല്ലേ? വലഖദ് സയ്യന്ന സമാഅദ്ദുനിയ ബിമസാബിഹ എന്ന് അല്ലാഹു തആല പറയുന്നു. വലഖദ് സയ്യന്ന സമാഅദ്ദുനിയ, നിങ്ങളോട് അടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. ബിമസാബിഹ, വിളക്കുകൾ കൊണ്ട്, നക്ഷത്ര വിളക്കുകൾ, വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. വിളക്കുകൾ തൂക്കിയിട്ടതുപോലെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങൾ. എന്താ അതൊക്കെ? നമുക്കറിയില്ല.
ശാസ്ത്രം പലതും, ഗാലക്സികൾ, നെബുലകൾ, അങ്ങനെ പലതും, ഗ്രഹങ്ങൾ, മറ്റ് ബന്ധപ്പെട്ടതൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ എന്താ അതിനെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്താണ് 7 വാനം 7 ഭൂമി എന്നുള്ളതൊക്കെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയ മിഅ്റാജിന്റെ ഘട്ടത്തിൽ ഓരോ കവാടങ്ങൾക്കും വാതിലുകളുണ്ട് എന്ന് വ്യക്തമാണ് ആ ഹദീസുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയാണല്ലോ എവിടേക്ക് കയറിപ്പോകുന്നത്? വാനലോകത്തേക്ക് കയറിപ്പോകുന്നത്. ആ കയറിപ്പോകുന്ന ആ യാത്രയുടെ വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണല്ലോ മിഅ്റാജ്. സാന്ദർഭികമായി കൂടി നമുക്കൊരായത്ത് ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇസ്റാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്റാ അസ്റാ ബി അബ്ദിഹി ലൈലൻ, രാപ്രയാണമാണ്. ഒരു രാത്രിയിൽ തന്നെ ഉള്ള മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. അതൊരു പ്രത്യേക വാഹനപ്പുറത്ത്. അതാണല്ലോ ആ വാഹനത്തിന്റെ പേരാണ് നബിതങ്ങൾ വിശദീകരിച്ചിരുന്നത് ബുറാഖ്. ആ ബുറാഖിലേറിക്കൊണ്ടാണ്, അതിന്റെ വേഗത ഒന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുന്നത്. എന്താണ് ബുറാഖ് എന്നൊക്കെ ചില പിഴച്ച ആളുകൾ ഭാവനയിൽ നിന്ന് ചിത്രം വരച്ച് കലണ്ടറുകളൊക്കെ അടിച്ചു വിൽക്കുന്നുണ്ട്. ഇതാണ് ബുറാഖുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് പണ്ടൊക്കെ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഈ നേർച്ചപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലൊക്കെ വിറ്റഴിച്ചിരുന്നൊരു സാധനമുണ്ട്. ചുമരിൽ തൂക്കിയിരുന്ന ഒരു 1 ഷീറ്റ് കലണ്ടർ, ഒരു കളർഫുൾ ചിത്രം, മൾട്ടി കളർ ചിത്രം. അതിൽ നല്ലൊരു സുന്ദരിയായ സ്ത്രീയുടെ തല, ഒരു കുതിരയുടെ ഉടൽ, അങ്ങനെ മനോഹരമായ ഒരു ചിത്രം. അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നു അറബിയിൽ, ഹാദാ ബുറാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബുറാഖാണ്. പൈശാചികമായി പിശാച്ച് മാത്രം ആളുകളെ കൊണ്ട് വരപ്പിച്ചൊരു വരയാണത്. ഇസ്ലാമിൽ ഒന്നാമത്തത് ഇങ്ങനെയുള്ള ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ചിത്രം വരയ്ക്കുന്ന പരിപാടി. ആ നിലക്ക് അതൊരു സ്പോട്ടായി തൂക്കിയിടുന്ന പരിപാടി എന്നല്ല. പിന്നെ അതിനൊരു സ്ത്രീയുടെ തല, ആഭരണമൊക്കെ ഇട്ട് കഴുത്തിലണിഞ്ഞ ഒരു സ്ത്രീയുടെ തലയും ഒരു കുതിരയുടെ ഉടലും കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ അതിങ്ങനെ പറക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രം കൊടുത്തുകൊണ്ടാണ് ഷിയാക്കളായിരുന്നു അതിൻ്റെ പിറകിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ അതൊന്നും അറിയാതെ നമ്മളൊക്കെ വാങ്ങി വലിയ ബറക്കത്തിന് വേണ്ടി നമ്മുടെ വീടുകളിലെ ചുമരുകളിൽ ഒരു കാലത്ത് അത് തൂക്കിയിരുന്നു. ഇതാണ് ബുറാഖ് എന്ന് പറഞ്ഞിട്ട്. എത്ര ഇതിവിടെ ഇരിക്കുന്ന പ്രായമുള്ള എൻ്റെയൊക്കെ ആ സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊക്കെ അത് വല്ലാതെ കാണൂല. ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നിട്ടില്ലേ, കാസർഗോട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ചുമരിൽ തൂങ്ങിയിരുന്നു എന്ന്. അപ്പം ഇത് എൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പലർക്കും ഓർമ്മകൾ ഉണ്ടാകും. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ബുറാഖും ചിത്രത്തിൽ കാണുന്ന ബുറാഖും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെയാണ് സമൂഹത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അക്കലണ്ടറിന്റെ തൊട്ടപ്പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും വേറൊരു കലണ്ടർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണ് എന്ന് പറഞ്ഞിട്ട് വേറൊന്ന്. അങ്ങനെ വലിയൊരു ഒരു ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ വലിയൊരു ഖബർ, അതിന്മേ ഒരു വലിയ തലപ്പാവ് ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ ഓർക്കുന്നുണ്ടാവും. കണ്ട ആളുകളുടെയൊക്കെ മൈൻഡിൽ ഇപ്പോൾ വരുന്നുണ്ടാവും അത്. എന്നിട്ട് അത് പറഞ്ഞു അതിനെന്താ നല്ല കളർഫുൾ, അതും കലണ്ടറാക്കിയിട്ട് വീടുകളിലും ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചിരുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബർ റൗളയാണിത് എന്ന് പറഞ്ഞിട്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും ആയിഷമ്മ ബീവി താമസിച്ചിരുന്ന വീട്ടിൻ്റെ അകത്താണുള്ളത്. 3 ഖബറും ഒരു സ്ഥലത്താണുള്ളത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ വന്നു, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ വന്നു, പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ വന്നു. ആ ഖബർ ഒക്കെ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ മുമ്പ് ആ റൂം ആര് താമസിച്ചിരുന്ന വീടാ? ആയിഷമ്മ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഹുജറയായിരുന്നു അത്. ഹുജറാന്ന് അതൊക്കെ പറയും, വലിയ വീടൊന്നുമല്ലല്ലോ. മദീനത്തെ മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന, മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വീടുകൾ, അതാണ് ഹുജറകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാര് 9 ഭാര്യമാരുണ്ടല്ലോ. ആ ഭാര്യമാർക്കൊക്കെ
അതുപോലെ തന്നെ മാരിയത്തുൽ ഖിബ്തിയ, അവരൊക്കെ അടക്കം 10-11ഓളം ആളുകൾ, അവർക്കൊക്കെ താമസിക്കുവാനുള്ള കൊച്ചു കൊച്ചു മുറികൾ, അതാണ് ഹുജറത്തുൻ. അതിൻ്റെ ബഹുവചനാണ് ഹുജറാത്ത്. പരിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായം തന്നെ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഹുജറാത്ത്. പള്ളിയോട് ചേർന്നാ നിൽക്കുന്നത്, അത് പള്ളിയിലല്ല, വീട് വേറെ തന്നെയാണ്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ മദീന പള്ളിയായി. അതുകൊണ്ടാണ് എത്രത്തോളം നമുക്കത് മനസ്സിലാകുന്നത് എപ്പോഴാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലമുടിയും താടിയൊക്കെ നബി വീട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് തരുമ്പോൾ, ഞാൻ ഹൈലുകാരിയായിരിക്കുമ്പോൾ പോലും, മെൻസസ് പീരീഡിലായിരിക്കുമ്പോൾ പോലും ഞാൻ മുടി താടിയൊക്കെ ചീകി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പൊ എത്ര അടുത്താണ് അപ്പം അത്. അപ്പൊ ആ ഹുജറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ കടന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായത്. ആയിഷമ്മ ബീവിയുടെ മാറിനും വയറിനും ഇടയ്ക്ക് എൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട്, ചാരി കിടന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. ഇത്രത്തോളം അത് ആയിഷമ്മ ബീവി ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അവസാന സമയത്ത് അവിടുത്തെ വായിൽ നിന്ന് ഇറ്റിയ ഒരു തുള്ളി ഉമിനീര് എൻ്റെ മാറത്തേക്ക് ഇറ്റിയപ്പോൾ അതിൻ്റെ തണുപ്പ് പോലും ഞാൻ അനുഭവിച്ചു, എനിക്ക് തോന്നുന്നു എന്ന് ഉമ്മ ആ മരണ വാർത്തയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്ന എടുത്ത് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ഹുജറയിലാണ്, അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. വഫാത്തായതിൻ്റെ ശേഷം പിന്നെ എവിടെ ഖബർ ഒരുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിൻ്റെ ശേഷം സഹാബിമാർക്കിടയിൽ ചർച്ച ഉണ്ടായി. മക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് ചിലർ പറഞ്ഞു, മദീനത്ത് അവിടെ തന്നെ പിന്നെ ബഖീയിലേക്ക്, അതാണല്ലോ പൊതു മഖ്ബറ, അവിടെ ഖബറടക്കാം എന്നുള്ള ചർച്ച. അങ്ങനെയൊക്കെയുള്ള പല ചർച്ചകൾക്ക് ശേഷം അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്തായി കിടന്നതെങ്കിൽ അവിടെയാണ് ഖബർ ഒരുങ്ങേണ്ടത്. അപ്പൊ പിന്നെ തർക്കം തീർന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടന്നത് ആരുടെ വീട്ടിലാണ്? ആയിഷമ്മ ബീവിയുടെ വീട്ടിലാണ്. അപ്പൊ അവിടെ തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഖബർ ഒരുക്കി. 3 ഖബറിനുള്ള സ്ഥലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത്, അതിൻ്റെ ഖബറടക്കം നടന്നതിൻ്റെ ശേഷം പിന്നെ ഉമ്മ താമസിക്കുന്ന വീടല്ലേ, ആയിഷമ്മ ബീവിക്ക് താമസിക്കണ്ടേ? അപ്പം എന്ത് ചെയ്തു? ആയിഷമ്മ ബീവിക്ക് താമസിക്കാനുള്ള ഇപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ ഇടക്കായിട്ട് ഒരു കർട്ടനാണ് വിരിച്ചു. ഒരു കർട്ടൻ, ഇപ്പുറത്തെ ഖബർ, ആ ഖബറിൻ്റെ അപ്പുറത്ത് ഒരു കർട്ടനാണ് തൂക്കി, അതിൻ്റെ അപ്പുറത്ത് ഉമ്മ കിടക്കും. ഇങ്ങനെയാണ് ആയിഷമ്മ ബീവി വഫാത്താകുവോളം അങ്ങനെ അവിടെ കിടന്നിരുന്നത്. പിന്നീട് ആ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടെ തന്നെ ഖബറൊരുക്കി. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും അവിടെ തന്നെ കൊടുന്ന് ഖബറടക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഖബറുകളൊന്നും ആരും കണ്ടിട്ടില്ല. സഹാബാക്കളുടെ ശേഷം, അതുപോലെ തന്നെ താബീങ്ങളുടെ ശേഷം പിന്നീടത് അല്പം പുനരുദ്ധാരണത്തിന് വേണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ അവിടെ പോയി കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരക്കുട്ടിയായ ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ കണ്ടു. പിന്നെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ എനിക്ക് ആ ഖബറുകളൊന്ന് കാണിച്ചു തരുമോ? അപ്പോൾ ഉമ്മ താമസിക്കുന്ന വീട്ടിലല്ലേ ഈ ഖബറുള്ളത്, ഇപ്പുറത്തൊരു വിരിക്കപ്പുറം, വേറെ അവർക്ക് വീടില്ലല്ലോ. അപ്പോൾ ഉമ്മ ആ കർട്ടനൊന്ന് നീക്കിയിട്ട് ഞാൻ ആ ഖബറുകൾ കണ്ടു. ആ ഖബറുകൾ കണ്ടപ്പോൾ ഞാൻ 3 ഖബറുകളും കണ്ടത് ഒരു ചാൺ മാത്രം ഉയരത്തിലുള്ളതായിട്ടാണ് ഞാൻ കണ്ടത്. വളരെ വ്യക്തമാണ് ചരിത്രത്തിൽ. അതാണ് ഖബർ. ഇസ്ലാമിൽ നിയമം ഏതൊരാളുടെ ഖബറാണെങ്കിലും അതിൽ പണ്ഡിതനോ പാമരനോ സാധാരണക്കാരനോ രാജാവോ വ്യത്യാസമൊന്നുമില്ല. ആരുടെ ഒരു മുസ്ലിമിൻ്റെ ഖബറിൻ്റെ ഉയരം എത്രയേ പാടുള്ളൂ? സമനിലത്തിൽ നിന്ന്, ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാൺ ഉയരം മാത്രമേ ഒരു ഖബറിനുണ്ടാകുവാൻ പാടുള്ളൂ. അതിന് തന്നെ അവർ പറഞ്ഞ നിയമം എന്താണ്? ഖബർ കുഴിക്കുമ്പോൾ എടുത്തിട്ടുള്ള മണ്ണ്, ആ മണ്ണ് മുഴുവൻ അതിലേക്കിട്ടാൽ ഖബർ ഒരു ചാണിന് ഉയരത്തിലും വരും. കാരണം കിളച്ചെടുത്ത മണ്ണ് ഫുള്ള് ചെയ്യുമ്പോൾ പിന്നെ സമതലം ഒരിത്തിരി പൊങ്ങിയിട്ട് വരും. മറ്റേത് ഫിറ്റായിട്ട് ഇങ്ങനെ തിങ്ങിക്കിടക്കല്ലേ, കുഴിച്ചെടുത്തിട്ട് അതാർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു ചാണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. ഈ 3 ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. പിൽക്കാലത്ത് ഷിയാക്കളും അതുപോലെ തന്നെ യഹൂദികളുടെ, ജൂതന്മാരുടെ സംസ്കാരത്തിൽ നിന്ന്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയൊക്കെ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്ത പല ആചാരങ്ങളും ഷിയാക്കൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷിയുടെ ആളുകൾ പകർത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് ഖബർ ഒരുപാട് ഉയരത്തിൽ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത്.
അങ്ങനെയാണ് ഖബറുകൾ ഉയരത്തിൽ കെട്ടി ഉയർത്തുന്ന ഒരു സമ്പ്രദായം ലോകത്ത് നടപ്പിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തതാണ്. ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, അതിന്മേൽ കുമ്മായമിടാൻ പാടില്ല, പെയിന്റ് അടിക്കാൻ പാടില്ല, അവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ അതിന്മേൽ ഇരിക്കാൻ പാടില്ല. ഒരു ഖബറിനോട് നമുക്ക് ബഹുമാനം വേണം, ആദരവ് വേണം. ഒരു ഖബറിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിന്മേൽ കൂടി നമ്മൾ ചവിട്ടി നടക്കാൻ പാടില്ല. അപ്പം നമ്മൾ പള്ളിക്കാട്ടിലൊക്കെ പോകുമ്പോൾ ഖബറുകളുടെ മേൽ ആളുകൾ നിസ്സാരമായിട്ട് അങ്ങനെ ചിലപ്പോൾ ചവിട്ടൊക്കെ ചെയ്യും. ചവിട്ടാൻ പാടില്ല, ഖബറുകളിന്മേൽ ചവിട്ടരുത്, മലമൂത്ര വിസർജനം പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല. അതൊക്കെ അതിനോടുള്ള ആദരവാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ഖബറിന് ആദരവുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവനോടുള്ള ആദരവ് പോലെ അവൻ്റെ ഖബറിനോടും ആദരവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖബറിനെ വൃത്തികേടാക്കുന്ന, മലീമസമാക്കുന്ന, അതിന്മേൽ മാലിന്യം വിതറുന്ന, അയിമ മലമൂത്ര വിസർജനം നിർവഹിക്കുക, അയിമ ഇരിക്കുക, അയിമ ചവിട്ടുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അനാദരവായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേ അവസരത്തിൽ അത് ബഹുമാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കെട്ടിപ്പടുത്ത്, അതുപോലെ തന്നെ ഒരുപാട് അതിന്മേൽ പെയിൻ്റൊക്കെ വാരിത്തേച്ച് പട്ടൊക്കെ മൂടി, അതുപോലെ അതിന്മേൽ പൂമാല ചാർത്തി, ചന്ദനത്തിരി കത്തിച്ച്, സാമ്പ്രാണി പുകച്ച്, അതുപോലെ തന്നെ ആ തലക്കുഭാഗത്തൊരു വലിയ പെട്ടി വെച്ച്, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പലവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമ്പ്രദായങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാ ഇവിടുന്നാ പോയത്? ഈ കലണ്ടറിൽ കാണുന്ന ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ എന്ന് പറഞ്ഞിട്ട് നബിതങ്ങളുടെ ഖബറാന്ന് പറഞ്ഞ് കാണിക്കുന്നത് വ്യാജമാണ്, ശരിയല്ല. അപ്പൊ അത് മനസ്സിലാക്കി തരാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ 7 ആകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യാത്ര, അതാണ് മെഹറാജ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരേക്കുള്ള ആ പ്രയാണത്തിന് എന്ത് പറയും? ഇസ്റാ എന്ന് പറയും. അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടുള്ള യാത്രക്കാണ് എന്ത് പറയാ? മെഹറാജ് എന്ന് പറയാ. ഖുർആനിൽ ഇസ്റാഇനെ സംബന്ധിച്ച ഒരു അധ്യായം തന്നെയുണ്ട്. അതിന്റെ 1-ാമത്തെ ആയത്തിലാണ് ഇസ്റാ പറയുന്നത്, സൂറത്തുൽ ഇസ്റാ. ആ സൂറത്തുൽ ഇസ്റാഇന് തന്നെ മറ്റൊരു പേരുമുണ്ട്, സൂറത്തു ബനി ഇസ്രായീൽ. മെഹറാജ് സംബന്ധമായിട്ടുള്ള വചനങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൻ നജ്മിലാണ്. സൂറത്തുൻ നജ്മിൽ അത് സംബന്ധമായിട്ടുള്ള കുറേ പരാമർശങ്ങൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാനാരോഹണത്ത് ആ യാത്രയിൽ ആകാശലോകത്ത് വെച്ച് കണ്ട അത്ഭുതകരങ്ങളായ വൃക്ഷം, ഇന്ദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര ഒക്കെ പറയുന്നത് മെഹറാജുമായി, യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ആ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മെഹറാജ് കൊണ്ടുവരപ്പെട്ടു എന്നാ പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിലെ യാത്ര അവസാനിച്ചിട്ട് ആകാശത്തിന്റെ മുകളിലേക്ക് നബി തങ്ങൾ കയറാൻ പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഈ യാത്ര തികച്ചും എന്തായിരുന്നു? ശാരീരികം തന്നെയായിരുന്നു. ചില ആൾക്കാർ പറയും അത് സ്വപ്നത്തിലാണ്. സ്വപ്നത്തിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് എവിടേക്കും പോയിക്കൂടെ? അതിലിപ്പോ എത്ര ബുദ്ധമുണ്ടോ? സ്വപ്നത്തിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുത യാത്ര ആണ്, അതിനെപ്പറ്റി പറയണോ? നമ്മളൊക്കെ ഏതൊക്കെ രാജ്യത്തേക്ക് ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോകുന്നുണ്ട്? അതല്ല. അപ്പൊ ഇത് ശാരീരികം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കൊണ്ട് തന്നെ ഉണ്ടായ യാത്രയാണത്. ശരീരം കൊണ്ട് തന്നെയാണ് ആ പോക്ക്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ മഹാപരിശുദ്ധൻ എന്നാ അള്ളാഹു തആല പറയുന്നത്. അപ്പൊ അങ്ങനെ വാനലോകത്തേക്ക് യാത്രയാകുമ്പോൾ 1-ാമത്തെ ആകാശത്തിന്റെ എത്തി. ഡോർ മുട്ടുകയാണ് ജിബ്രീൽ. അപ്പോൾ അവിടുന്ന് 1-ാം ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നു, മൻ അന്ത, ആരാ ഡോർ മുട്ടുന്നത്? താങ്കൾ ആരാണ്? ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നുണ്ട്, അന ജിബ്രീൽ വ മഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ജിബ്രീലാണ്, എൻ്റെ കൂടെ മുഹമ്മദും ഉണ്ട്. അപ്പോൾ ആ ഡോറാണ് തുറന്നു കൊടുക്കുക. 1-ാം ആകാശത്തിന്റെ മുകളിൽ പോയി അവിടുന്ന് ചില കാഴ്ചകൾ കണ്ടു. 2-ാമത്തെ ആകാശത്തിന്റെ അവിടേക്കിന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയി. അവിടെയും ആ ആകാശത്തിന്റെ കവാടത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ ഇതേ ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇതേ മറുപടി. അങ്ങനെ 7 ആകാശത്തിന്റെയും അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമല്ല, മുഹമ്മദേ താങ്കൾ മാത്രം പോകണം. അതിന്റെ അപ്പുറത്തേക്ക് ജിബ്രീലിന് പ്രവേശനമല്ല അലൈഹിസ്സലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കയറിപ്പോവാണ്, റബ്ബിൻ്റെ സന്നിധിയിലെത്തുകയാണ്. അവിടെ വെച്ച് അള്ളാനെ കണ്ടോ കണ്ടില്ലേ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ റബ്ബിൻ്റെ തനി സ്വരൂപത്തിൽ കണ്ടോ?
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി നൂറുൻ അന്ന അറാഹു എന്നാണ്. പ്രകാശം, ഞാൻ അതിനെ എങ്ങനെ കാണാനാണ്? എന്നാൽ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹു ആലം. ഒരു കാര്യം ഉറപ്പാണ്, ഭൂമി ലോകത്ത് വെച്ച് ഒരു സൃഷ്ടിയും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ഇനി മോമിനീങ്ങളൊക്കെ കാണും അള്ളാഹുവിനെ. അത് നാളെ എവിടുന്നാണ്? മഹ്ശറിൽ നിന്നാണ്. അത് മോമിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. അള്ളാഹ് ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ പറയാൻ തുടങ്ങിയ മഹത്തായ ഇസ്മുൽ അഅ്ലമാണത്, ആ പേരാണത്. ആ റബ്ബിനെ കാണുവാനുള്ള സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടും. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അസ്അലുക ലദ്ദത്തൻ നളിരി ഇലാ വജ്ഹിക്കൽ കരീം. അള്ളാഹുവേ, ഞാൻ നിന്നോടിതാ യാചിച്ച് കേണപേക്ഷിച്ച് ചോദിക്കുകയാണ്. ലദ്ദത്തൻ നളിരി ഇലാ വജ്ഹിക്കൽ കരീം, നിന്റെ ഉദാരമായ ആ മുഖത്തേക്കൊന്ന് നോക്കി ആനന്ദിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് നമ്മൾ അള്ളാഹിനോട് ദിനേന ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞതും വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങളന്ന് വെട്ടിത്തിളങ്ങും. നല്ല ശോഭയുള്ള മുഖങ്ങൾ, അത് മുഅ്മിനീങ്ങളുടെ മുഖമാണ് പരലോകത്ത്. എന്തേ കാരണം? അവരുടെ റബ്ബിൻ്റെ മുഖത്തേക്ക് അവർ, ആ മുഖത്തിൻ്റെ ഉടമകളുടെ റബ്ബിൻ്റെ മുഖത്തേക്ക് അവർ നോക്കിയിരിക്കുകയാണ്. റബ്ബിനെ കാണാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവൻ എന്ത് ചെയ്യട്ടെ? യഥാർത്ഥത്തിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവർക്കേ അള്ളാഹിനെ കാണാൻ പറ്റുമോ? അതേ അവസരത്തിൽ കാഫിറുകൾക്ക് അത് മറയിടപ്പെടും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾക്ക് കാണും, കാഫിറുകൾക്ക് അള്ളാഹിനെ കാണാം. അതിനുള്ള ഭാഗ്യം പോലും അവർക്ക് കിട്ടൂല. അപ്പോൾ ആകാശലോകങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കവാടങ്ങളുണ്ട്. ആ 7 ആകാശങ്ങളിലും ആ 7 ആകാശങ്ങളിലും യോജിക്കുന്ന അവിടെയുള്ള താമസക്കാരുമുണ്ട് എന്നൊക്കെ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനാണ് ഞാൻ അത് വിശദീകരിച്ചത്. 7 ആകാശങ്ങളുണ്ട്, ആ 7 ആകാശത്തിലും താമസക്കാരുമുണ്ട്. അതാരാ മലക്കുകൾ? ഇനി നമുക്ക് പേരറിയിച്ച് തന്നോരും അല്ലാത്തവരും ആരൊക്കെയാണ് അവിടെ, ഏതൊക്കെ മലക്കുകൾ ഏതൊക്കെ ആകാശങ്ങളിൽ നിവസിക്കുന്നു നമുക്കറിയില്ല. മലായിക്കത്തുകളുടെ വാസസ്ഥലം വാസ്തവത്തിൽ എവിടെയാണ്? സമാവാത്താണ്, ആകാശങ്ങളിലാണ്. ആവശ്യാനുസാരണം അവരെങ്ങോട്ട് ഇറങ്ങി വരും? ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മലക്കുകളിലുള്ള വിശ്വാസം പറയുന്നിടത്ത് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മലക്കുകളിലുള്ള വിശ്വാസം എന്നൊരു പഠന പരമ്പര 10, 12, 14ഓളം ക്ലാസ്സുകളിലായിട്ടുണ്ട്, യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. അത് നിങ്ങൾ കേൾക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, 7 ആകാശം അതങ്ങനെ, അതിൻ്റെയും മീതെയാണെന്ത്? അർശ്. അർശും കുർസിയും ഒക്കെ അതിൻ്റെയും മീതെ. പിന്നെ ഭൂമി, നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമിക്ക് താഴെ അത്ര തന്നെ ഭൂമി വേറെയും. അപ്പോൾ നമുക്കറിയില്ല, ഇതൊക്കെ അള്ളയാണ്. അപ്പം അല്ലാഹു തആല സൂറത്തു തലാഖിൽ പറഞ്ഞില്ലേ, 7 ആകാശം അതേപോലെ തന്നെ 7 ഭൂമിയും, അല്ലേ? അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച 12ാമത്തെ സൂക്തം. അള്ളാഹു അവൻ ആരാണ്? അല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്. 7 സമാവാത്തിൻ, 7 ആകാശങ്ങളെ, വമിനൽ അർളി, ഭൂമിയിൽ നിന്ന്, മിസ്ലഹുന്ന, അത്ര തന്നെ സൃഷ്ടിച്ചവനാണ്. യതനസ്സലുൽ അംറു, കാര്യങ്ങളൊക്കെ അവൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ബൈനഹുന്ന, ആ ആകാശഭൂമികൾക്കിടയിൽ നടക്കേണ്ട എല്ലാ കാര്യവും, അർശ് മുതൽ ഫർശ് വരെ നടക്കേണ്ട എല്ലാം അവൻ അതാത് സമയങ്ങളിൽ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക്കായി അവൻ അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ അല്ലാഹു തആല അങ്ങനെ നമ്മോട് പറഞ്ഞിരുന്നതിനാ? ആയത്തിൽ അല്ലാഹു തആല വാക്യ അവസാനിപ്പിച്ചിരുന്നതാ, യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു, നിങ്ങൾ പഠിക്കാനാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. എന്ത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിയൂട്ടോ. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാ വസ്തുക്കളെ കുറിച്ചും അവന് അപാരമായ ഇൽമുള്ളവനാണ്.
എല്ലാവരെക്കുറിച്ചും എല്ലാ വസ്തുക്കളെക്കുറിച്ചും അള്ളാഹു അറിവുള്ളവനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഈ 7 ആകാശവും ഭൂമിയും ഒക്കെ എല്ലാം പറഞ്ഞു തരുന്നത് നമ്മളോട്. അപ്പം നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക ഇതൊക്കെ കേൾക്കും. എന്നിട്ട് ഈ ഭൂമിയുടെ ഒരു കോണിൽ ഒരു പുഴുവിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു മനുഷ്യൻ അഹങ്കാരിയായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ചൊവ്വാഗ്രഹത്തിൽ പോയി ചന്ദ്രനിൽ പോയി ഇറങ്ങി ചൊവ്വായിലേക്ക് ഞാൻ എത്തി നോക്കി, അവിടെ എങ്ങും ഈ പറയുന്ന ദൈവത്തെ ഞാൻ കണ്ടില്ല. അഹങ്കാരിയായ മനുഷ്യൻ, ദൈവനിഷേധിയായ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ 7 ആകാശം പോകട്ടെ, അവൻ്റെ ബോഡി, അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ സെല്ലുകളാണുള്ളത്, ഏതൊക്കെ കോശങ്ങളാണുള്ളത് എന്നുപോലും മനുഷ്യനറിയാല. എന്നിട്ടാ പറയണത് എൻ്റെ എനിക്കറിയാൻ പറ്റും, ആർക്കറിയാൻ പറ്റും? എത്ര പഠിച്ചോനും അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെ സെല്ലുകളാണ്, ഏതൊക്കെ വിധത്തിലാണ്, എങ്ങനെയൊക്കെ അതിൻ്റെ പ്രവർത്തനം ആർക്കറിയാം? ആരാത് പഠിച്ചോര്, ആർക്കത് അറിയുന്നവർ? എന്നിട്ടാണ് മറ്റുള്ളതിനെയൊക്കെ അവൻ എന്ത് ചെയ്യുന്നത്? നിഷേധിക്കുക. അപ്പം മനുഷ്യൻ വല്ലാത്ത അതാണ് കാഫിർ എന്ന് പറഞ്ഞാൽ. അതാ സത്യത്തെ നിഷേധിച്ച് തള്ളുകയാണ്, നിഷേധിയാണ്. ആ നിലക്കുള്ളൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, യതനസ്സലുൽ അംറു ബൈനഹുന്ന അവിടെ പറഞ്ഞില്ലേ, അവക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പം മേറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞ് ബാക്കി ഭാഗങ്ങളിലേക്ക് വിശദീകരണം പോവുകയാണ്. മേറാജുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു. ആ യാത്ര കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഏതാണ്ട് 10, 12, 13, 12ഓളം കൊല്ലം എന്തായാലും ജീവിച്ചിട്ടുണ്ട്. ആ യാത്രയുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഇസ്രാ മേറാജ് പോയ യാത്ര ഉണ്ടായ ദിനമാണ്, അതുകൊണ്ട് നിങ്ങൾ അന്ന് സ്പെഷ്യലായി ഒരു നോമ്പെടുക്കണം, ഒരു മേറാജ് നോമ്പ് എന്ന പേരിലൊരു നോമ്പെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് ഇല്ല. അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക നിസ്കാരവും ഇല്ല. ചില ആളുകളൊക്കെ ഉസല്ലി സ്വലാത്ത്, സുന്നത്ത് സ്വലാത്തിൽ മെഹറാജ് റക്അത്തൈനി ലില്ലാഹി തആല എന്ന് പറഞ്ഞ് കൈകെട്ടുക എന്നും അതിൻ്റെ രൂപവും ഭാവമൊക്കെ പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാനമില്ല. കാരണം ഇസ്ലാമിൽ ഒരു നോമ്പും ഒരു നിസ്കാരമൊക്കെ പുണ്യകരമാവണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരണം. അങ്ങനെ ഒരു മെഹറാജിൻ്റെ പേരിൽ ഒരു സ്പെഷ്യലായി ഒരു നിസ്കാരമോ ഒരു നോമ്പോ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും നമ്മളെക്കുറിച്ച് ആരോപണം പറയുക എന്താ അറിയോ, ഇവർ പണ്ടേ നന്മ മുടക്കിയാളാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ ഇവർ സമ്മതിക്കൂല. നോമ്പില്ല, നിസ്കാരമില്ല. നമ്മളതല്ലല്ലോ പറയണത്, അതല്ലല്ലോ ഈ പറയുന്നത്. പിന്നെന്താണ്? ഇല്ലാത്തൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് മേറാജ് ഉണ്ടായത്. ആ മേറാജ് ഉണ്ടായ നബി അതിൻ്റെ പേരിലൊരു നിസ്കാരവും നോമ്പോ ഒന്നും നബിക്കോ സഹാബത്തിനോ പരിചയമില്ല. പിന്നെ പിൽക്കാലത്ത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഒരു ഇതിന് നമ്മൾ അനുഷ്ഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതേ അവസരത്തിൽ നമുക്ക് നോമ്പെടുക്കണം എന്നുണ്ടെങ്കിൽ ആരോഗ്യവും ആഫിയത്തൊക്കെ ഉള്ളവർക്ക് ഒരു മാസത്തിൽ എത്ര അവസരങ്ങൾ ഉണ്ട്? തിങ്കളുണ്ട്, വ്യാഴുണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട് ഒക്കെ അല്ലേ. ഇനി ആയും പോരാ, ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് കുറേ നോമ്പെടുക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ ഒന്നരാടത്ത് നോമ്പെടുത്ത് തോന്നാൻ പറഞ്ഞു. ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം നോമ്പില്ല, ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം നോമ്പില്ല. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ നോമ്പ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പരിചയപ്പെടുത്തിയത്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ നോമ്പിന് നിസ്കാരത്തിനും എതിരല്ലല്ലോ. നിസ്കാരം എത്രയോ ഒരാൾക്ക് നിസ്കരിച്ചൂടെ? ഒരാൾക്കിപ്പോൾ ഉളു എടുത്തിട്ട് ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് എനിക്കിപ്പോൾ കുറേ സുന്നത്ത് നിസ്കരിക്കണം. മുത്തലഖൻ പൊതുവായ നിലക്കിപ്പോൾ ഒരാൾക്ക് ഉളു എടുത്തിട്ട് എത്ര റക്അത്ത് നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. അതേ അവസരത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രത്യേക നിസ്കാരം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹദീസിൽ നബിതങ്ങൾ പഠിപ്പിച്ചു തരണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്നത്തെ ദിവസം അതിപ്പോൾ അത് റജബ് 27-നാണ് തന്നെ പ്രത്യേകം ഉറപ്പിച്ചു പറയാൻ കഴിയൂല. ഇസ്രാ മിഅ്റാജ് ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് ഏത് മാസത്തിൽ ഏത് ദിവസം ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസമാണ്. ഏതാ മാസം എന്ന് പോലും അഭിപ്രായ വ്യത്യാസമാണ്. പിന്നെ എങ്ങനെയാ അത് തന്നെ ദിവസമാണെന്ന് ഉറപ്പിക്കൽ? ഇനി ഉറപ്പിച്ചാൽ തന്നെ പാദത്തിന് വേണ്ടി 27-ന് സമ്മതിച്ചാൽ തന്നെ അതിൻ്റെ പേരിലൊരു നോമ്പോ നിസ്കാരോ ദിക്റോ പ്രത്യേക ദുആയോ ഒന്നും ഇല്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദബ്ബിറുൽ അംറ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് ഇലൽ അർളി, ഭൂമിയിലേക്ക് അവൻ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ റഹ്മാനായ റബ്ബ് അവനാണ് മുദബ്ബിറുൽ ആലം. അറേബ്യൻ മുശ്രിക്കുകളോട് വരെ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല പറഞ്ഞു, അവരോട് ചോദിക്ക്, ആര് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കാൻ പറയാണ്, നബിയെ ചോദിക്ക്, വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അവര് പോലും അല്ലാഹ് അവർ അംഗീകരിച്ചതാണ്. പിന്നെ ഇവിടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില പ്രവൃത്തികൾ അവൻ്റെതായ പ്രത്യേക അനുമതിയോടുകൂടി ഇവിടെ മലായിക്കത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇടി, മിന്ന്, കാറ്റ് പോലെയുള്ള കാര്യങ്ങൾ, മീകായിൽ അലൈഹിസ്സലാം, മഴ, അവസാന കാലത്ത് സൂറെന്ന കാഹളത്തിലുള്ള ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, മനുഷ്യരുടെ ആത്മാവിനെ പിടിക്കുക, റൂഹിനെ പിടിക്കുക എന്നുള്ളത് മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അസറായീൽ എന്നുള്ളത് സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതല്ല, എന്നാൽ ജനങ്ങളുടെ നാവുകളിലൂടെ പ്രസിദ്ധമായൊരു പേരാണത് എന്ന് മാത്രം. അപ്പം ആ മലക്ക് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നു. ആ മലക്കിൻ്റെതായ ഒരുപാട് സഹായികൾ, പിന്നെ നന്മ തിന്മകൾ എഴുതുന്നത്, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കാവൽ, നരകത്തിൻ്റെ കാവൽ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുന്നിലും പിന്നിലുമായിക്കൊണ്ട് കാവൽക്കാരായിക്കൊണ്ട് മലക്കുകൾ. സൂറത്തുർ റഅദിൽ ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്, റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിൻ്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് കാവൽ നൽകുവാൻ വേണ്ടി മുന്നിലും പിന്നിലും മലക്കുകൾ. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇവിടെ തദ്ബീർ അല്ലാഹു തആല ഒരാൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിവില്ല, ആ കാര്യം മാത്രമേ നടത്തുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിന് വഹയിൻ്റെ മാത്രമായിരുന്നു. ഇങ്ങനെ പലതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ പഠിപ്പിച്ചിരുന്നു. അതേ അവസരത്തിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള അധികാരം അല്ലാഹു തആല ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ മടവൂരാണ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ. മുദബ്ബിറുൽ ആലമാണ്. ലോകം മൊത്തം അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് ഖുതുബുൽ ആലം. ലോകം മൊത്തം അദ്ദേഹമാണ്. അർശ് മുതൽ ഫർശ് വരെ അദ്ദേഹത്തിൻ്റെ ഭരണമാണ് എന്നാണ്. ആരുടെ? CM മടവൂരിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചില സഹോദരന്മാരുടെ വിശ്വാസമാണത്. അതെങ്ങനെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുമായി, ഖുർആനുമായി, നബിചര്യയുമായി പൊരുത്തപ്പെടും? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല ലോകം മൊത്തം കൺട്രോൾ ചെയ്യുവാനുള്ള അവൻ്റെ മാത്രമുള്ള കഴിവ് ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. അല്ലാഹ് അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. മറ്റേത് പഴച്ച കക്ഷികൾ, റാഫിളത്ത് പോലെയുള്ള പഴച്ച കക്ഷികൾക്കൊക്കെ അങ്ങനെ പല വാദങ്ങളുണ്ട്. അവരുടെ വിശ്വാസമാണ് അല്ലാഹു തആല ഭൂമിയൊക്കെ, ആകാശഭൂമിയൊക്കെ പടച്ചതിൻ്റെ ശേഷം അലിയാരെ എല്ലാം പിന്നാണ്ട് ഏൽപ്പിച്ചു. പിന്നൊക്കെ അലിയാണ് അതിൻ്റെ ശേഷം കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ആരുടെ വിശ്വാസം? ഷിയാക്കളിലെ ഷിയാക്കൾ തന്നെ ഒരുപാട് കക്ഷികളുണ്ട്. അതിലേറ്റവും തരം താണ ഈ ഭാഗമാണ് റാഫിള, അവരുടെ വിശ്വാസം. അങ്ങനെ പല വിശ്വാസക്കാരും ലോകത്തുണ്ട്. അള്ളാഹു നമ്മെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണ്. അപ്പോൾ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി, അള്ളാഹുവിൻ്റെ മാത്രം, അവൻ്റെ മാത്രം ഖാസായ ഖുദ്റത്താണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ, എല്ലാം അതാത് സമയങ്ങളിൽ അവൻ എന്താണോ എപ്പോഴാണോ ഇവിടെ നടപ്പിൽ വരുത്തേണ്ടത് അതവൻ കൃത്യമായി തന്നെ ഇവിടെ ഇറക്കുന്നു, അതവൻ കൺട്രോൾ ചെയ്യുന്നു. സുമ്മ യഅ്റുജു ഇലൈഹി, ഇനി അതാണ് നമുക്ക് പറയാനുള്ളത്. സുമ്മ, പിന്നീട്, യഅ്റുജു ഇലൈഹി, അക്കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടങ്ങിപ്പോകുന്നു. ഫീ യൗമിൻ, ഒരു ദിനത്തിൽ. ആ ദിനത്തിൻ്റെ കണക്കാണ് പറഞ്ഞിരുന്നത്. കാന മിഖ്ദാറുഹു, ആ ദിനത്തിൻ്റെ വലുപ്പം, അതിൻ്റെ അളവ്, അൽഫസനത്തിൻ, 1000 കൊല്ലമാണ്. മിമ്മാ തഉദ്ദൂന, നിങ്ങൾ എണ്ണി വരുന്ന 1000 കൊല്ലത്തിന് സമാനമായ ഒരു ദിവസം. ഇതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. ഒരു ഭാഗം പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റബ്ബിൻ്റെ ഒരു തീരുമാനം, അവൻ്റെ മലായിക്കത്തുകളിലൂടെ ഭൂമിയിലേക്ക് എന്നിട്ട് ഇറക്കുന്നതിന് പിടിക്കുന്ന സമയം 500 കൊല്ലം. 500 കൊല്ലം. എന്നിട്ട് ആ കൽപ്പനകളും നടപ്പിൽ വരുത്തിയ നിയമങ്ങളുമായി കൊണ്ട് മലായിക്കത്തുകൾ അവങ്കിലേക്ക് കയറിപ്പോകുന്നത് ബാക്കി 500 കൊല്ലം. 500 കൊല്ലൊന്നും വേണ്ട, നമ്മൾ കണക്കാക്കുന്ന അത്രയും ദൂരമുണ്ട്. പക്ഷേ മലക്കുകൾ ഇവിടെ സെക്കൻഡ് കൊണ്ട് എത്തുന്നുണ്ട്. നബിതങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് വായ കൂട്ടുന്നതിന് മുമ്പ് ഇവിടെ നബിതങ്ങൾ ആയത്തോന്നുണ്ട്.
ഏയ് അതാ നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിന് കിടപിടിക്കുന്ന ദൂരത്തുനിന്നാണ് ആ വരുന്നത്. അപ്പൊ എത്ര ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരത്ര? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ഒന്ന് ചോദിക്കണേ ഉള്ളൂ ഓരോ വിഷയത്തിൽ. അപ്പൊ നബി തങ്ങൾ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് പിന്നാണ്ട് മറുപടി പറയണം. എവിടുന്നാ അത് വരുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം വരികയാണ്. 7 ആകാശങ്ങൾക്കും അപ്പുറത്ത് നിന്ന് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വഹയും കൊണ്ട് ആര് വരുന്നു? ജിബ്രീൽ അലൈഹി സ്വലാം വരികയാണ്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട്, സെക്കൻഡ് കൊണ്ട് വരികയാണ്. ഇതെങ്ങനെ? അതാ അല്ലാഹ് പറഞ്ഞില്ലേ, തഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാൻ. ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. അപ്പൊ ആ മലക്കുകളുടെ അള്ളാഹുവിന്റെ കൽപ്പനയുമായി കൊണ്ട് മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിന്നീട് അതും കൊണ്ട് അവങ്കലേക്ക് കയറിപ്പോകുന്നതിന്റെ കാലയളവാണ് ആ പറഞ്ഞത്. എന്ത്? നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തെ സമാനമായ അളവുള്ള ദൂരണ്ടതിന്. പക്ഷെ സംഗതി സെക്കൻഡോട് ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. അള്ളാഹിനെ പറ്റി അങ്ങനെ ഒന്നുമില്ലല്ലോ. അതേ അവസരത്തിൽ മറ്റ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്, അതാണ് പ്രബലമായ അഭിപ്രായമായിട്ട് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? ഇത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. 2 വ്യാഖ്യാനവും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ വ്യാഖ്യാന പ്രകാരമാകുമ്പോൾ ഇവിടെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എത്തുകയും തിരിച്ചങ്ങോട്ട് എത്തുകയും ചെയ്യുന്നതിൻ്റെ അളവുള്ള ദിവസത്തെ പറ്റിയാണ് ആ പറയുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് എന്താണ്? ഈ പറയുന്ന 1000 കൊല്ലം നിങ്ങൾ എണ്ണുന്നത് എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. അപ്പം എങ്ങനെയാ അർത്ഥം വരിക? ആകാശഭൂമികളിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങോട്ട് കൺട്രോൾ, അവൻ നിയന്ത്രിക്കുന്നു. സുമ്മ യഅ്റുജു. അപ്പം അത് ലോകാവസാനം വരെ ആ സംഗതി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്, അത് ലോകത്തിൻ്റെ നാശമാണ്. ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളുടെ ഇടപെടലും ഒന്നും പിന്നെ ഇവിടെ നടക്കില്ല. പിന്നെ കംപ്ലീറ്റ് അത് ആരാണ്? അള്ളാഹു മാത്രമാണ്. ആ ദിവസത്തെപ്പറ്റി അള്ളാഹു താല പറഞ്ഞത് ലിമനിൽ മുൽക്കുൽ യൗം. അള്ളാഹ് ചോദിക്കൂ, ആർക്കാടാ അന്നത്തെ അധികാരം? അവിടുന്ന് റബ്ബന്റെ മറുപടി ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാ ശബ്ദങ്ങളും നിലച്ചു, ആരുമില്ല. എല്ലാ രാജാക്കന്മാരും എല്ലാവരും പഞ്ചപുച്ഛമടക്കി അവിടെ നിൽപ്പാണ്. ഒരു രാജാവും ലോകം അടക്കി ഭരിക്കുന്ന ഒരു ലോക പോലീസും ഒരു അന്താരാഷ്ട്ര പോലീസും ഒന്നും ഞാണ്ട് എന്ന് പറയില്ല. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കാണടോ? റബ്ബിന്റെ ചോദ്യമാണ് മഹ്ശറിൽ വെച്ച്, അന്ത്യനാളിൽ. ഉത്തരം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാം അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ഏകനായ അള്ളാഹുവിന് മാത്രമാകുന്നു. ആ ദിവസത്തെ പറ്റിയാണ് ഈ പറയുന്നത്. സുമ്മ യഅ്റുജു ഇലൈഹി. പിന്നീട് അവങ്കിലേക്ക് എല്ലാം മടക്കപ്പെടും. ഫി യൗമിൻ, ഒരു ദിവസത്തിൽ. കാന മിഖ്ദാറുഹു, ആ ദിവസത്തിന്റെ അളവ് അൽഫസനത്തി മിമ്മാ തഉദ്ദു, നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലമാണ്. അപ്പൊ നമുക്ക് മറ്റൊരു സംശയം മനസ്സിൽ സ്വാഭാവികമായിട്ടും വരും. സൂറത്തുൽ മആരിജിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, തഅ്റുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന ഫസ്ബിർ സബ്റൻ ജമീലാ. എന്താ അവിടെ അല്ലാഹു തആല പറയുന്നത്? നിങ്ങൾ എണ്ണുന്ന 50000 കൊല്ലത്തിന് സമാനമായ ഒരു ദിവസം. നിങ്ങൾ എണ്ണുന്ന 50000 കൊല്ലത്തിന് സമാനമായ ദിവസം. ഇവിടെ പറഞ്ഞതോ 1000. അപ്പൊ അത് രണ്ടും എന്തിനെ കുറിച്ച് തന്നെയാണ്? അന്ത്യനാളിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? അതിനെപ്പറ്റി ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഓരോ യൗമുകളാണ്, അയ്യാമുകളാണ്, അതിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന്. ചില യൗമ് 1000 കൊല്ലത്തിന് സമാനമായത്, ചിലത് 50000 കൊല്ലത്തിന് സമാനമായത് എന്നൊരു വ്യാഖ്യാനം. ഇതിൻ്റെ ഒന്നും അറബി ടെക്സ്റ്റുകൾ ഞാൻ വായിക്കുന്നില്ല, ആശയം ചുരുക്കി പറയാം. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്? മറ്റൊരു വ്യാഖ്യാനം, അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ല ഇതൊന്നും. വിശ്വാസികൾക്ക് അത്രയൊന്നും തോന്നൂല. വിശ്വാസികൾക്ക് വിചാരണ നാള് വളരെ ചുരുങ്ങിയതായിട്ട് തോന്നുള്ളൂ. അവിശ്വാസികൾക്കത് വല്ലാത്ത ദൈർഘ്യം അനുഭവപ്പെടും. 50000 1000 ഒക്കെ അനുഭവപ്പെടുന്നവരുണ്ടാവും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൗമുൽ ഖിയാമ അലൽ മുഅ്മിനീന കഖദിരി മാ ബൈനൽ ളുഹ്രി വൽ അസ്ർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. റബ്ബ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാള്, അലൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക്, കഖദിരി അളവ് പോലെയേ തോന്നുകയുള്ളൂ, മാ ബൈനൽ ളുഹ്രി വൽ അസ്രി, ഒരു ളുഹറിൻ്റെ അസറിൻ്റെ അടക്കമുള്ളൊരു സമയം പോലെ. ചില റിപ്പോർട്ട് ഒരു നേരത്തെ നിസ്കാരം പോലെയെന്ന്, അത്ര ലളിതമായിട്ട് അനുഭവപ്പെടും. ഇത് സഹിഹായ ഹദീസാണ്. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്, മിൻ നിഅമത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹു തരുന്ന അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആർക്ക്? അവിടെ ശ്രദ്ധിച്ചോളണം, അവിടെ ശ്രദ്ധിച്ചോളണം. അതാ നമ്മൾ പഠിക്കേണ്ടത്. അലാ അഹ്ലിൽ ഈമാനി, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാള്, അന്നഹും യുഖഫഫു അൻഹും കുല്ല ശൈഇൻ, അവർക്കവിടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ലളിതമാക്കി കൊടുക്കും. ഹത്തൽ ഇന്തിളാർ ഫീ അർളിൽ മഹ്ശരി, മഹ്ശറിലാ നിർത്തും പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമില്ലാത്തതാക്കി അല്ലാഹു തആല അവർക്ക് മാറ്റുന്നു. ഈമാനുള്ളവർക്ക് മാത്രമാണ്. അല്ലാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഹുമുല്ലദീന, ആരാണവർ എന്ന് കേട്ടോളൂ. വഹുമുല്ലദീന അഹ്സനു ത്വാഅത്തല്ലാഹി അസ്സ വജല്ല ഫിദ്ദുനിയാ. ആരാണ് ഈ മുഅ്മിനീങ്ങൾ? അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവരോട് എപ്രകാരമാണോ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കേണ്ടത്, അപ്രകാരം വളരെ സൂക്ഷ്മതയോടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവർ മാത്രമാണ്. വആമനൂ ബിഹി ഈമാനൻ യഖീനിയാ, റബ്ബിനെ സംബന്ധിച്ച് നല്ല ദൃഢമായ ഉറച്ച ഈമാനോടുകൂടെ ജീവിച്ച് മരിച്ചു പോയവരാണ്. അവർക്കാണ് ഈ ആനുകൂല്യം പരലോകത്ത് കിട്ടുക. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോൾ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പരലോകത്ത് അള്ളാഹ് കൊടുക്കുന്ന കാരുണ്യാണത്. റഹ്മാനായ റബ്ബ് അവൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നതെന്ന് അറിയോ? റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തൊക്കെ കൂടി 100 ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 100 ഉണ്ട്, 100 അനുഗ്രഹങ്ങളുണ്ട്. ആ 100 മഹത്വമേറിയ അനുഗ്രഹങ്ങളിൽ 99 പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് പാർത്ത് വെച്ചിരിക്കുകയാണ്. 1% മാത്രമേ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ റഹ്മത്ത് കൊണ്ടാണ് ഇവിടെ ലോകത്ത് കാണുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും ഇവിടെ അള്ളാഹ് ഇവിടെ ഭൂമിയിലേക്ക് ഇറക്കിയ 1% ഫലമാണ്. അപ്പോൾ ഈ 99% എത്രയായിരിക്കും ഉണ്ടാവുക? അതൊക്കെ അവിടെ അള്ളാഹ് കാത്തു വെച്ചിരിക്കുകയാണ്. ആർക്ക് തരാൻ വേണ്ടി? റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദുന്യാവിൽ കുറച്ച് പ്രയാസമുണ്ടായി. ഒരിക്കൽ അള്ളാഹ് വലിയ റിവാർഡ് അവിടെ കൊടുക്കണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ മോമിനിയങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര ആളുടെ ആട്ടും തുപ്പും കേൾക്കുന്നുണ്ട്, എത്ര ആൾ പരിഹസിക്കുന്നുണ്ട് അവനെ. അവൻ്റെ വേഷം കാണുമ്പോൾ പരിഹാസം, താടി കാണുമ്പോൾ പരിഹാസം, നെര്യാണിക്ക് മേലെ വസ്ത്രം എടുത്താൽ പരിഹാസം, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന് പരിഹാസം, ഒറ്റപ്പെടുത്തൽ, ഖബർ മുടക്കൽ, കല്യാണം മുടക്കുക, പെണ്ണ് മുടക്കുക, നിക്കാഹിന് വരൂല, മരിച്ചാൽ കാണണ്ട, നിസ്കാരത്തിൽ തുടരരുത്, അവനോട് മിണ്ടരുത്, സലാം പറയരുത്, എന്തൊക്കെ രൂപത്തിലുള്ള ബഹിഷ്കരണങ്ങളും എതിർപ്പുകളും സഹിച്ചിട്ടാണ് ഒരു മുഅ്മിൻ ഇവിടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇവിടെ ജീവിക്കണത്. അത്രയും കഷ്ടപ്പാട് ഇവിടെ അമ്പിയാക്കളും അതുപോലെയുള്ള ആളുകളൊക്കെ വെട്ടും കുത്തുമൊക്കെ ഏറ്റിട്ടല്ലേ ഈ ലോകത്ത് ദീന് വളർത്തിയത്. അവർക്കൊക്കെ കൊടുക്കാൻ മാത്രം അള്ളാന്റെ ഖജനാവിൽ അവൻ കാത്തു വെക്കണ്ടേ മഹ്ശറിലേക്ക്? അതാ റഹീം. സാധാരണ നമ്മൾ പണ്ടൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ ഒരു വ്യത്യാസം പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അർ-റഹ്മാൻ, ഈ ലോകത്ത് അവനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ. അർ-റഹീം, സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രം പരലോകത്ത് കരുണ ചെയ്യുന്നവൻ. അങ്ങനെ ഒരു വ്യത്യാസം റഹ്മാൻ റഹീം എന്ന അർത്ഥം പറയുമ്പോൾ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കറക്റ്റാണ്. എന്താ കാരണം എന്നറിയോ? റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ കാരുണ്യം പരലോകത്താണ്. അവിടെ മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെ കാത്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നവർ, അത്യുത്തമനായ ഏറ്റവും വലിയ കാരുണ്യവാനായ റഹ്മാനും റഹീമുമായ റബ്ബേ, നീ എന്നോട് റഹ്മത്ത് കാണിക്കണേ. ദുനിയാവിലുള്ള കാരുണ്യത്തെക്കാളും അപ്പുറം അവിടെയാ റബ്ബ് കരുണ കാണിക്കുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങൾക്ക് ഇതൊക്കെ പരലോകത്ത് കിട്ടും എന്ന് പറയുമ്പോൾ എളുപ്പമല്ല ഇതൊന്നും കേട്ടോ. ഒന്നും എളുപ്പമല്ല.
ഖുർആൻ 3 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, 3 സ്ഥലത്ത് സമാനമായ ചോദ്യം. ഒരു സ്ഥലത്ത് അല്ലാഹ് ചോദിക്കുന്നത് എന്താ അറിയോ? അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടായ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്കും വരാതെ നിങ്ങൾ വെറുതെ അങ്ങ് സുഖത്തോടെ സ്വർഗ്ഗത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഖുർആനിലെ ചോദ്യമാണ്. നമ്മളിങ്ങനെ ഓതുമ്പോൾ നമ്മൾ അതങ്ങനെ കടന്നു പോകും. എന്തേ ഓതിയെന്ന് നമുക്കറിയില്ല. ഇതാരോടാ ചോദിക്കണം നോക്കണം കേട്ടോ. ഇത് ഇറങ്ങിയൊരു സന്ദർഭമുണ്ട്, സുബ്ഹാനല്ലാഹ്, അത് ഓർത്ത ഒറ്റക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരയും. ഈ ആയത്ത് ആര് സങ്കടം എന്ന് പറഞ്ഞപ്പോഴേ ആയത്ത് ഇറക്കണം നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകളിൽ നിന്ന് ശാരീരികമായി എമ്പാടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇരുമ്പ് പൊള്ളിച്ചിട്ട് ശരീരത്തിലൊക്കെ പൊള്ളിച്ച മുറിവുകളുണ്ട്. വെള്ളത്തിൽ തലമുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചവരുണ്ട്. മണൽ പരപ്പിൽ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് കല്ല് വെച്ചുകൊണ്ട് അതിൽ ആഞ്ഞ് തല്ലി അതുപോലെ തന്നെ ആക്രമിച്ച് മർദ്ദിച്ച് ഒരുപാട് 10ഉം 100ഉമൊക്കെ ശരീരത്തിൽ മുറിവുകളായിട്ട് പ്രയാസപ്പെട്ടുന്ന ഒരു സഹാബിമാര് നബി തങ്ങളോട് പോയിട്ട് ചോദിക്കാൻ, നബി നിങ്ങൾ കാണില്ലേ? ഇത് അള്ളാന്റെ റസൂലിനോട് ചോദിക്കണേ, നബി നിങ്ങൾ കാണില്ലേ? കണ്ടില്ലെങ്കിൽ ഈ ശരീരം മുഴുവൻ ഇത് അവർ ചെയ്തതാ നബിയെ, നിങ്ങൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ എന്നെ ചെയ്തതാ. നബിയെ എപ്പോഴാ നീ അള്ളാന്റെ സഹായം നമുക്ക് ഉണ്ടാവുക? ഇത് ചോദിച്ചപ്പോഴാ ജിബ്രീൽ ആയത്ത് കൊണ്ടുവരുന്നത്. ആൾക്കാരോടാ ചോദിക്കണത്. സുഖമായി ഫ്ലാറ്റിൽ AC-ക്കുള്ളിൽ പൂടിപ്പൊതച്ചുറങ്ങുന്ന എന്നോടും നിങ്ങളോടും അല്ല. അള്ളാന്റെ ദീനിന് വേണ്ടി ഒരു കൂക്കുവിളി പോലും, ഒരാളൊന്ന് മുഖം കറുപ്പിച്ചാൽ പോലും അതിനെ സഹിക്കാനുള്ള കഴിവില്ലാതെ ഞാൻ ആരോടും ഒന്നും പറയല്ല, ഓരോരുത്തർ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ വഴി, അവർക്ക് അവരുടെ വഴിയെന്നും പറഞ്ഞിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന എന്നോടും നിങ്ങളോടും ആണ് ആയത്തെങ്കിൽ നമുക്ക് ഇത്തിരി സമാധാനിക്കായിരുന്നു. ഈ ചോദ്യം ചോദിച്ചത് മുറിവുകളുമായിട്ട് മുസ്തഫയുടെ മുമ്പിൽ കരഞ്ഞു വന്ന സഹാബിമാരോടാണ്. എന്താ ചോദ്യം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ കയറാമെന്ന്? നിങ്ങളെ മുൻഗാമികൾ, ആരാ മുൻഗാമികൾ? മഹാന്മാരായ പ്രവാചകന്മാർ ഈർച്ചവാളുകൊണ്ട് മൂർദാവിൽ വെച്ച് ഈർന്ന് മുറിക്കപ്പെട്ട് 2 പൊളിയാക്കി തള്ള നബിമാരുണ്ട്. പല കഷ്ടപ്പാട്, തീയിലേക്ക് ജീവനോടെ കണ്ടിട്ടിട്ട് കത്തിച്ചു. അതാണ് വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസ് ഹമീദ്. സൂറത്ത് ബുറൂജ് ഇങ്ങനെ ഓതുന്നുണ്ടല്ലോ നമ്മള്. അതിലെന്താ കഥ പറയണേ? എന്താ ഈ അസ്ഹാബുൽ ഉഖ്ദൂദ്? ജീവനോടെ കിടങ്ങിൽ തീയിട്ടിട്ട് അതിൽക്കാണ് പിടിച്ച് ചുട്ടുകൊന്നു. ആരെയും? വിശ്വാസികളെ. അല്ലാഹ് പറയാണ് വമാ നഖമൂ മിൻഹും, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ പറ്റിയുള്ള ചാർജ് ഷീറ്റ് എന്താണ്? ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നവർ തെറ്റേ അവരെ കുറിച്ച് അവർക്ക് പറയാനുള്ളൂ. അതിൻ്റെ പേരിലാണ് ആ ചുട്ടുകൊന്നത്. നമ്മളോ? അവരൊക്കെ പോയി സ്വർഗത്തിലേക്ക് പോകാനാ നമ്മളൊക്കെ കുപ്പായം മാറ്റി നടക്കണം കേട്ടോ. നല്ലോണം ആലോചിച്ചോളി. ഞാൻ ആലോചിക്കാൻ എന്നോടാ പറയണേ. ഞാൻ അവരൊക്കെ പോയി സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ കുപ്പായം മാറ്റിയിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടതാണ് മുൻഗാമികൾ. ഈ സഹാബിമാരോടാ പറയണത്. ഈ സഹാബിമാർ ശരീരത്തിൽ മുറിവും കൊണ്ട് എന്നപ്പോൾ പറയണേ, നിങ്ങൾ മുൻഗാമികൾക്ക് വരാത്തതുപോലെ നിങ്ങൾക്കൊന്നും കഷ്ടപ്പാട് വരാതെ വെറുതെ സ്വർഗത്തിൽ കയറാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇനി വേറൊരു ചോദ്യം കേട്ടോളി നിങ്ങൾ. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കം തന്നെ അലിഫ് ലാം മീം അഹസിബൻ നാസു അയ്യുത്രകൂ أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم أحسب الناس ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഹസിബൻ നാസു അൻ യുത്രകൂ
വെറുതെ ഉപേക്ഷിക്കപ്പെടുന്നു. അയ്യഖൂലു ആമന്ന, ഞങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തൊള്ളേണ്ടാണ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹ് പറയണം അവരുടെ മുൻപുള്ളവരെ നമ്മൾ നന്നായി കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ദീനിൽ അള്ളാഹു ഉറപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ വേണം ഈ കാര്യങ്ങൾ കാണാൻ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തരുന്ന ആ ഒരു ദിനം എന്ന് പറയില്ലേ, ആ ഒരു ദിനം അതിൻ്റെ അളവാണ് ആ പറയുന്നത്. അത് 50,000 തോന്നുന്നവരും കുറേ തോന്നുന്നവരും ഒക്കെ ഉണ്ടാവും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ റഹ്മത്ത് കിട്ടും എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബന്ധപ്പെട്ട മറ്റു ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈമാൻ വളരെ സേഫായി സുരക്ഷിതമായി എന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ആവേശപൂർവ്വം മുന്നോട്ട് പോകുവാനും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഒന്നിലും ഏർപ്പെടാതെ സൂക്ഷ്മത പാലിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. തമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.